കനത്ത തോൽവിക്ക് പിന്നാലെ പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ ഐക്യത്തിലുള്ള മമതാ ബാനർജിയുടെ നീക്കത്തിന് വലിയ തിരിച്ചടി. സഖ്യമാകാമെന്ന മമതയുടെ നിർദ്ദേശം കോൺഗ്രസും ഇടതുപക്ഷവും തള്ളി. അർജുൻ പീതാംബരൻ ചേരുന്നു വിവരങ്ങളുമായി. നേരത്തെ അവർ സഖ്യത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ മമതാ ബാനർജി താല്പര്യം കാണിച്ചില്ല. ഇപ്പം മമതയ്ക്ക് ബുദ്ധി ഉദിച്ചു, അവർക്ക് നേരം വെളുത്തു. പറയൂ. ബംഗാളിൽ വലിയ തിരിച്ചടിയാണ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. അതിലൂടെ തന്നെ അടുത്ത 5 വർഷത്തിൽ BJP ഭരണത്തിൽ തൃണമൂൽ കോൺഗ്രസ് അപ്രത്യക്ഷമാകും ബംഗാളിൽ എന്നുള്ള ആശങ്ക വലിയ തോതിൽ മമതാ ബാനർജിക്കുണ്ട്. പ്രത്യക്ഷം അവർ പോലും വിജയിച്ച് MLA വരാത്തൊരു സാഹചര്യമുണ്ട്. അതിലാണ് ഇപ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തും പാർട്ടികൾ ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കണമെന്നുള്ള കാര്യം മമതാ ബാനർജി പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസും ഇടതുപക്ഷവും മറ്റു പാർട്ടികളും ഒരുമിച്ച് കൊണ്ട് രംഗത്ത് വരണമെന്നുള്ള ആഹ്വാനം കഴിഞ്ഞ ദിവസം മമതാ ബാനർജി നടത്തിയത്. അത് പാർട്ടികൾ മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ NGOകളും BJPക്കെതിരെ ഒരുമിച്ച് പ്രതിപക്ഷ ഐക്യമായി രംഗത്ത് വരണമെന്നുള്ള കാര്യമാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത്. എന്നാൽ ആ ഒരു വാഗ്ദാനത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇടത് പാർട്ടികളും ചെയ്തിരിക്കുന്നത്. ഇടത് പാർട്ടികൾ വ്യക്തമാക്കുന്ന കാര്യം ജനങ്ങളുടെ ഒപ്പമാണ്, ന്യൂനപക്ഷത്തിന്റെ ഒപ്പമാണ്. ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു സർക്കാരാണ് തൃണമൂൽ കോൺഗ്രസ്. ജനങ്ങൾ തള്ളിക്കളഞ്ഞ നേതാവാണ് ഈ മമതാ ബാനർജി. ജനം കുറ്റവാളി എന്നും അഴിമതിക്കാരിയും എല്ലാം തന്നെ മുദ്രകുത്തിയ ഒരു ആൾക്കൊപ്പം ഒരു ഐക്യം ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CPIM-ഉം CPI-യും മറ്റ് ഇടത് പാർട്ടികളും വ്യക്തമാക്കിയിരിക്കുന്നത്. മമതാ ബാനർജി ഈ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് ആഹ്വാനം നടത്തിയപ്പോൾ ഇടതുപക്ഷം, കോൺഗ്രസ് തീവ്ര ഇടതുപക്ഷം എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. അതിൽ തീവ്ര ഇടതുപക്ഷം എന്താണ്, മാവോയിസ്റ്റുകളാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള സഖ്യത്തിനും മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും SKN. ഓക്കെ, താങ്ക് യു അർജുൻ പീതാംബരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.